ഞാനിന്ന് രാവിലെ പരിചയപ്പെട്ടൊരു ചങ്ങാതിയാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇയാളെ? കണ്ടാൽ ആളൊരു കടന്നലാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊരു പാവത്താനാണ്, വെറും ഒരു ഉറുമ്പ്. സത്യമായിട്ടും നമ്മുടെ മാവിലും പ്ലാവിലും ഒക്കെ കാണുന്ന നീറ്, മുഷർ എന്നൊക്കെ വിളിക്കുന്ന വീവർ ആൻറ്റില്ലേ, അതിൻ്റെ രാജകുമാരിയാണ്. അതായത് പുതിയ ആൺ കോളനികൾ ഉണ്ടാക്കാനുള്ള സമയമാകുമ്പോൾ ഓരോ കോളനിയിലുമുള്ള റാണിമാർ പ്രത്യുൽപാദന ശേഷിയുള്ള ഇതുപോലെയുള്ള ആൺ പെണ്ണുറുമ്പുകളെ സൃഷ്ടിക്കും. അത്തരത്തിലൊരു പെണ്ണുറുമ്പാണിത്. ആണാണെങ്കിൽ വലിപ്പം കുറവായിരിക്കും, നിറം കുറച്ചുകൂടി ഇരുണ്ടതായിരിക്കും. ഇത്തരം ആൺ പെണ്ണുറുമ്പുകൾ ഈ ചിറകൊക്കെ വെച്ചിട്ട് കൂട്ടിൽ നിന്ന് പറന്ന് പുറത്ത് വന്ന് ഇണചേരും. അത് കഴിഞ്ഞാൽ പെണ്ണുറുമ്പുകളുടെ ചിറക് കൊഴിഞ്ഞു പോവും, ആണുറുമ്പുകളാണെങ്കിൽ ചത്തും പോവും. ഈ ചിറകില്ലാത്ത പെണ്ണുറുമ്പുകൾ പുതിയ കോളനി ഉണ്ടാക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇരുന്ന് മുട്ടയിടും. ഇക്കാലത്ത് ജീവൻ നിലനിർത്താനായിട്ട് അവർ സ്വന്തം ശരീരത്തിലെ ആ വിങ് മസിൽസ് ഉണ്ടല്ലോ, വിങ് ഉറപ്പിച്ച് വെച്ചിരുന്ന, അതിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഭക്ഷണമാക്കിക്കൊണ്ട് ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ആദ്യത്തെ സെറ്റ് മുട്ട വിരിഞ്ഞ് വരുന്നതെല്ലാം ജോലിക്കാരായിട്ടുള്ള ഉറുമ്പുകളായിരിക്കും. റാണിയുടെ ഉമിനീർ ഊട്ടി വളർത്തും. അവർ വലുതായി കഴിയുമ്പോൾ പിന്നെ ബാക്കി ജോലികളെല്ലാം അവർ ഏറ്റെടുക്കും. ഇലകളൊക്കെ കൂട്ടി തുന്നി കോളനിയൊക്കെ ഉണ്ടാക്കും. പിന്നെ റാണിക്ക് മുട്ടയിടൽ മാത്രമാവും പണി. ഇനി ഇങ്ങനെ ചിറക് വെച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഇണചേരൽ നടന്നില്ലെങ്കിൽ അങ്ങനെയുള്ള പെൺ ഉറുമ്പുകളും മുട്ടയിടും. പക്ഷെ ആ മുട്ടയിൽ നിന്ന് കോളനി ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഉറുമ്പുകൾക്ക് റാണിയാകാനും പറ്റില്ല. കാരണം അങ്ങനെ ഉണ്ടാകുന്നതെല്ലാം ആണുറുമ്പുകളായിരിക്കും. 2 പെണ്ണുറുമ്പുകളെയാണ് വരാന്തയിൽ നിന്ന് കണ്ടെത്തിയത്. അതിലൊന്നിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ലായിരുന്നു. മറ്റേയാളെ നമ്മളെടുത്ത് മാവിൻ്റെ ചില്ലയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്.